ഇത് എന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ്. ഇത് പ്രക്ഷേപണം ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്ന് പറയാനുള്ള ചങ്കുറപ്പോ ധൈര്യമോ കാണിക്കാത്ത ഒരാളാണ് ഈ രാഹുൽ. എന്നിട്ട് ഇപ്പോൾ പരാതി കൊടുത്തപ്പോൾ പറയുന്നു അത് രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ നേരത്തെ പറയണ്ടേ? ഇത് ഇന്നലെ ഇന്നും തുടങ്ങിയ കാര്യമില്ലല്ലോ. അപ്പോൾ ആ വാദമൊന്നും എവിടെയും നിൽക്കാൻ പോകുന്നില്ല. ഇതൊന്നും ആരും അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ കോൺഗ്രസ്സിലെ തന്നെ ഒരു വിഭാഗത്തിന് ഇയാളെ സംരക്ഷിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഇയാൾക്ക് വേണ്ടിയിട്ട് വാർ റൂം തുടങ്ങി കോൺഗ്രസ്. ആരാധന നേതൃത്വം കൊടുക്കുന്നത്? അത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള രാഹുലിൻ്റെ ഹെഡ് മാസ്റ്റർ ടീമാണ്. രാഹുലും ഷാഫി പറമ്പിലും തമ്മിലുള്ള ബന്ധം നമുക്കറിയാലോ. ഇപ്പോൾ ഷാഫി പറമ്പിൽ MP ആണ്. ഒരു ഘട്ടത്തിലും ഇയാളെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. കെ സുധാകരൻ ജനപ്രതിനിധി MP ആണ്, ചേർത്ത് പിടിക്കുന്നു. അടൂർ പ്രകാശ് ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം യഥാർത്ഥത്തിൽ ആരുടെ കൈകളിലാണ്? കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം KPCC പ്രസിഡൻ്റാണോ, അല്ലെങ്കിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണോ? എന്നാണ് ഉത്തരം. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഷാഫി, രാഹുൽ, മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ഈ സംഘത്തിൻ്റെ കൈകളിലേക്ക് മാറി. ഒരു പറ്റം ക്രിമിനൽ സംഘത്തിൻ്റെ കൈകളിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം എത്തി അധപ്പതിച്ചിരിക്കുകയാണ്.